ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വീക്കെൻഡായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി ടോപ്പോയിലൊന്ന് കറങ്ങാൻ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ കണ്ണിപ്പെട്ടത് ഡിന്നർ എറ്റ് ലേക്കാണ്. അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ നടന്നു കുറച്ച് നേരം മക്കളൊക്കെ ആയിട്ട്. അവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് അവൈലബിൾ ആയിരുന്നു. പലതരം ഡംപ്ലിങ്സ്, ബർഗേഴ്സ്, നമ്മുടെ ഇന്ത്യൻ ദോശയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വീക്കെൻഡ് എല്ലാവരും അവരുടെ മക്കളും ഫാമിലിയും അവരുടെ പെറ്റ്സും എല്ലാം ആയിട്ട് ഒരു ഡിന്നർ ഈ ലേക്ക് സൈഡിലിരുന്ന് എല്ലാവരും ആഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ടോപ്പോയിൽ നമ്മുടെ കാർണിവൽ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമ്മുടെ മക്കൾ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. 2-3 ദിവസമായിട്ട് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ഭയങ്കര ബഹളമായിരുന്നു വീട്ടിൽ. പക്ഷേ ക്ലൈമറ്റ് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഭയങ്കര കാറ്റും ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നാണ് അതിൻ്റെ അവസരം ഒത്തു വന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫുമാണ്. പിന്നെ മക്കൾക്കാണെങ്കിൽ ഇപ്പോൾ സമ്മർ വെക്കേഷനാണ്. ഇപ്പോൾ ഏകദേശം ഒരു 7:30 മണിയായിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ ഇവിടെ ഇരുട്ടായിട്ടില്ല. സമ്മറായിട്ട് അസ്തമയം കുറച്ച് വൈകിയാണ്. ഈ റൈഡുകളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലും കാണാവുന്നതാണ്. പണ്ട് ഞാൻ ബ്ലാക്ക് തണ്ടറിൽ പോയിട്ട് യന്ത്രൂഞ്ഞാലിൽ കയറിയത് ഓർമ്മയുണ്ട്. പക്ഷേ അതിന് കുറച്ചും കൂടി സ്പീഡ് ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷേ യന്ത്രൂഞ്ഞാലിന് അത്ര സ്പീഡില്ല. പക്ഷേ മറ്റുള്ള കുറച്ച് റൈഡുകൾ ഭയങ്കര സ്പീഡിലാണ് കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് പേടിയായിട്ട് അവരതിൽ കയറിയില്ല. ഞങ്ങൾ ആദ്യം തന്നെ എല്ലാ റൈഡുകളൊക്കെ ഒന്ന് പോയി നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. നമുക്ക് കയറാൻ സേഫാണോ, മക്കളെ തന്നെ വിടാൻ സേഫാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം പോയി ടിക്കറ്റ് എടുത്തു. $68 50 കൂപ്പണാണ് കിട്ടുന്നത്. 50 കൂപ്പൺ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പിള്ളേർ ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷേ പിന്നീടാണ് അറിയണത് ഓരോ റൈഡിനും 6 കൂപ്പൺ വെച്ച് അല്ലെങ്കിൽ 7 കൂപ്പൺ വെച്ചൊക്കെ കൊടുക്കണമെന്നുള്ളത്. എന്നാലും കുഴപ്പമില്ലെന്ന് കരുതി. ഇതൊക്കെ കുഞ്ഞു പിള്ളേർക്കും കയറാവുന്ന ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ. ഇതിൽ ഭയങ്കര സ്പീഡാണ്. ഇതിൻ്റെ അടിയിൽ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് നോക്കി. പക്ഷേ താഴ്ന്ന് നോക്കിയിട്ട് തന്നെ ഭയങ്കരമായിട്ട് പേടിയാവുന്നു. അതുകൊണ്ട് മക്കളതിനകത്ത് കയറിയില്ല. വലിയവർ മാത്രമല്ല കേട്ടോ, കുഞ്ഞു പിള്ളേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ. അവർക്ക് പറ്റിയ ചെറിയ ചെറിയ ഫിഷിങ്ങുകൾ, ചെറിയ ബോൾ എറിയുന്ന ഗെയിംസ്, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ സെപ്പറേറ്റ് നമ്മൾ പൈസ അടയ്ക്കണം. പിന്നെ ഈ കാർ റേസിങ് അടിപൊളിയായിരുന്നു. ഒരാളും അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട ഇടിയായിരുന്നു. പിന്നെ അവിടുത്തെ ഹെൽപ്പർമാർ വന്ന് എല്ലാവരും വന്ന് തിരിച്ചു വിടും, വീണ്ടും വന്ന് ഇടിക്കും. ഇതിൽ പിള്ളേർ കയറി അടിച്ചു പൊളിച്ചു. ഏകദേശം ഒരു 2-3 മിനിറ്റോളം രസമായിരുന്നു ഇത് കാണാനായിട്ട്. പക്ഷെ വന്ന് ഇടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ തെറിച്ചു പോകുന്നു. പക്ഷെ കുഴപ്പമില്ല. പിന്നെ ഇങ്ങനത്തെ വെറൈറ്റി ഓഫ് ഗെയിംസ്, ഈ ഷൂട്ടിംഗ് ഗെയിം, ഇതൊക്കെ നല്ലതാട്ടോ. പക്ഷേ ഇതിനകത്തൊന്നും നമ്മൾ കയറിയില്ല. പിന്നെ സമയം പെട്ടെന്ന് പോകുമായിരുന്നു. 6:30 മുതൽ 9:30 വരെയായിരുന്നു ഇതിൻ്റെ ടൈമിങ്സ്. നമ്മൾ എത്തിയപ്പോഴേ ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. പിന്നെ നമുക്ക് കിട്ടിയ 50 കൂപ്പൺ വേഗം അങ്ങ് തീർത്ത് നമ്മൾ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ കാണാം നമുക്ക് നമ്മുടെ 2 മക്കളും അതിനകത്തോട്ട് കയറിയിരിക്കുമ്പോൾ തന്നെ അവരവരുടെ സേഫ്റ്റി അഷ്യൂർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫസ്റ്റ് തന്നെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് സെറ്റ് ആവുകയാണ്. ഓരോ റൈഡിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനൊരു ബോർഡ് കാണാം നമുക്ക്. 1.4 മീറ്റർ ഉണ്ടെങ്കിലാണ് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും അക്കമ്പനി ചെയ്യണം എന്നാണ്. ഇത് അടുത്തൊരു റൈഡാണ്. അതിനകത്തോട്ടും 2 പേരും കയറിയിരുന്നു. വീണ്ടും അവരവരുടെ സേഫ്റ്റി നോക്കി ബെൽറ്റ് ഇട്ടു. അങ്ങനെ ഈ റൈഡിലും അവർ കയറി.
അങ്ങനെ എല്ലാ റൈഡുകളും കഴിഞ്ഞ് ലാസ്റ്റാണ് യന്ത്രൂഞ്ഞാലിൽ കയറിയിരുന്നത്. അവർക്ക് കൂട്ടായിട്ട് അവരപ്പയും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി യന്ത്രൂഞ്ഞാലിൽ മോളിൽ നിന്ന് എടുക്കുന്ന കാഴ്ചയാണത്. മോളിൽ നിന്ന് നോക്കി കാണുന്നതാണിത്. ഇതിൽ നമുക്ക് വലതുവശത്തായിട്ട് കാണാം പിള്ളേർ ഇഴുകി വരുന്നത്. അവരുപയോഗിക്കുന്ന സാധനം നമ്മുടെ ചാക്കാണ്. നമ്മുടെ നാട്ടിലത്തെ ചാക്കുണ്ടല്ലോ, അതിനകത്ത് അവരിരുന്നിട്ട് അതിനകത്തു കൂടെയാണ് എഴുകുന്നത്. ആ റൈഡിന് കമ്പാരിറ്റീവ്ലി ഒരു പൈസ കുറവാണ്. ഒരു കൂപ്പൺ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ അതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മുടെ നാട്ടിലെ ചാക്ക് ഉപയോഗിച്ചിട്ടാണ് അവരതിനകത്ത് എഴുകുന്നത്. പക്ഷെ മുകളിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഒരു രസം തന്നെയാണ് കേട്ടോ. നമ്മൾ താഴെ നിന്ന് കാണുന്ന പോലെ മുകളിൽ നിന്ന് ഒറ്റ വ്യൂവിൽ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷേ ഞാനൊന്നിലും കയറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ എല്ലാ ഗെയിംസും പേടിയായതുകൊണ്ട് ഞാനൊന്നിലും കയറാതെ മാറി ഇവരെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു താഴെ നിന്ന്.